ഹലോ, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റാറിൻ്റെ ട്യൂട്ടോറിയലാണ്. 3mm ഹൂക്ക് വിത്ത് റെഡ് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ മാജിക് റിങ്ങിൽ 5 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാജിക് റിങ്ങിൽ ചെയിൻ 1 ചെയ്ത് 5 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ യാൺ ഒന്ന് വലിച്ച് മാജിക് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് റൗണ്ടിൽ 5 ഇൻക്രീസസ് ആണ് വരുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത ഓരോ സിംഗിൾ ക്രോഷ്യയിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ഈ റൗണ്ടിൽ ചെയ്യുന്നുണ്ട്. ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യസ് ആണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 10 സിംഗിൾ ക്രോഷ്യേസും കംപ്ലീറ്റ് ചെയ്തു. അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസിങ് സിംഗിൾ ക്രോഷ്യ ഈ ഓർഡറിലാണ് ചെയ്യുന്നത്. ഇതുപോലെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 15 സിംഗിൾ ക്രോഷ്യേസ് ആണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. അഗെയിൻ തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഫോർത്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 15 സിംഗിൾ ക്രോഷ്യേസും കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായിട്ട് ആസ് യൂഷ്വൽ തേർഡ് റൗണ്ടിൻ്റെ എൻഡിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫോർത്ത് റൗണ്ടിൽ 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസിങ് സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 20 സിംഗിൾ ക്രോഷ്യേസ് ആണ് ഈ റൗണ്ടിൽ വരുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. അഗെയിൻ ഫോർത്ത് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. ഫിഫ്ത്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേസ്. സിക്സ്ത് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫിഫ്ത്ത് റൗണ്ടിൽ ആദ്യത്തെ 3 സ്റ്റിച്ചിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഫോർത്ത് സ്റ്റിച്ചിലായിട്ട് 1 ഇൻക്രീസിങ് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇതുപോലെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 25 സിംഗിൾ ക്രോഷ്യേസ് ആണ് ഫിഫ്ത്ത് റൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫിഫ്ത്ത് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സിക്സ്ത് റൗണ്ടിൽ ആദ്യത്തെ 3 സ്റ്റിച്ചസിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഫോർത്ത് സ്റ്റിച്ചിൽ 1 ഇൻക്രീസിങ് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇതുപോലെ 5 ടൈം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ആണ് സിക്സ്ത് റൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ 30 സിംഗിൾ ക്രോഷ്യേസും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 6 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നാണ് സ്റ്റാറിൻ്റെ കോൺസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതിനായിട്ട് നമ്മൾ ഹൂക്കിൻ്റെ അടുത്തുനിന്നും ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് തൊട്ട് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യയും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത വർക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് തൊട്ടിട്ട് 4 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ട് അഗെയിൻ ചെയിൻ 1 ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം.
ഈ റൗണ്ടിലും ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇനി ചെയിൻ 1 ചെയ്ത് നേരത്തെ പോലെ ഒന്നുകൂടെ ടേൺ ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് 2 സ്റ്റിച്ചസിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അഗെയിൻ ചെയിൻ 1 ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലായിട്ട് 1 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഫൈനലി 1 ചെയിൻ ചെയ്ത് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതിന് ചുറ്റുമായിട്ട് 5 കോൺസ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് കോൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് കോൺ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലായിട്ട് യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യാൺ അറ്റാച്ച് ചെയ്തിട്ട് നേരത്തെ ചെയ്ത റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മളെ സ്റ്റാറിൻ്റെ 5 കോൺസും ചെയ്തെടുക്കാം. ഫൈനലി നമ്മൾ 5 കോൺസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 കോൺസും കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മളെ സ്റ്റാറിൻ്റെ ലുക്ക് ഇതാണ്. ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സെയിം പാറ്റേണിൽ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ 2 സ്റ്റാറും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അറ്റത്തുകൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 5 കോൺസിൻ്റെ ടോപ്പ് പോയിന്റിലായിട്ട് 3 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന എല്ലാ പോർഷനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ സ്റ്റാറിന് ചുറ്റും ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന യാൺസൊക്കെ ഉള്ളിലേക്ക് വലിച്ച് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് പോളി ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട്. മാക്സിമം സ്റ്റാറിൻ്റെ എല്ലാ കോൺസിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഫൈനലി ലാസ്റ്റ് കോണിൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മളെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നേരത്തെ ടേബിൾ ഡെക്കോറായിട്ട് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീക്ക് സൂട്ടാവുന്ന സൈസിലാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ചെയ്യേണ്ട വർക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.